Hi students, welcome to a lecture series of quantum mechanics. In the last lecture we were discussing the sequential Stern-Gerlach experiment by connecting with an analogy in classical mechanics, that means analogy with the polarization of light. So in the last lecture we were discussing about the Sx plus states, Sx plus or minus states. നമ്മൾ കൺസിഡർ ചെയ്താൽ എന്താ ചോദിച്ചാൽ നമ്മളൊരു എക്സ്പോളറോയിഡ് ഫിൽറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അൺപോളറൈസ്ഡ് ലൈറ്റിനെ ഒരു എക്സ് ഫിൽറ്ററിൽ കൂടെ കടത്തി വിടുമ്പോൾ എക്സ്പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും. അതേപോലെ തന്നെ അതിനെ ഒരു എക്സ് പ്രൈം ഫിൽറ്റർ മീൻസ് 45 ഡയഗണലിലുള്ള ഒരു ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റിൽ കൂടെ കടത്തി വിടുമ്പോൾ എക്സ് പ്രൈം പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും. പിന്നെ വൈ ഫിൽറ്ററിൽ കൂടെ കടത്തി വിടുകയാണെങ്കിൽ വൈ പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും. ഇങ്ങനൊരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ അനലൈസ് ചെയ്തത്. എന്നിട്ട് നമ്മൾ അനാലജി എടുത്തത് സീക്വൻഷ്യൽ സ്റ്റേൺ-ഗെർലാച്ച് എക്സ്പെരിമെൻറ്റിലെ അനാലജി വെച്ചിട്ട് നമ്മൾ ഇതാണ് സീക്വൻഷ്യൽ സ്റ്റേൺ-ഗെർലാച്ച് എക്സ്പെരിമെൻറ്റ്. ആദ്യം സെഡ് ഡയറക്ഷനിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ കടത്തി വിടുന്നു, എസ് സെഡ് പ്ലസും എസ് സെഡ് മൈനസും കിട്ടുന്നു, എസ് സെഡ് മൈനസിനെ ബ്ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് എസ് ജി എക്സ് ക്യാപ് ഡയറക്ഷനിൽ എസ് ജി എ ക്യാപ് അപ്പാരറ്റസിൽ കൂടെ കടത്തി വിടുന്നു, എസ് എക്സ് പ്ലസും എസ് എക്സ് മൈനസും കിട്ടുന്നു. അതിനെ വീണ്ടും സെഡ് ഡയറക്ഷനിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ കടത്തി വിടുമ്പോൾ യു വിൽ ഗെറ്റ് എസ് സെഡ് പ്ലസ് ആൻഡ് എസ് സെഡ് മൈനസ് സ്റ്റേറ്റ്സ്. അപ്പോൾ നമ്മളിവിടെ എസ് സെഡ് പ്ലസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എക്സ്പോളറൈസ്ഡ് ലൈറ്റിന് ഇക്വലൻ്റ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. എസ് സെഡ് മൈനസ് സ്റ്റേറ്റ് വൈ പോളറൈസ്ഡ് ലൈറ്റ്, എസ് എക്സ് പ്ലസ് എന്ന് പറയുന്നത് എക്സ് പ്രൈം പോളറൈസ്ഡ് ലൈറ്റ്, എസ് എക്സ് മൈനസ് എന്ന് പറയുന്നത് വൈ പ്രൈം പോളറൈസ്ഡ് ലൈറ്റ്. ഈ ഫിഗറിൽ നിങ്ങൾക്ക് ക്ലിയർ ആണ്. എക്സ്പോളറൈസ്ഡ് ലൈറ്റ് ക്യാൻ ബി represented as the linear combination of x polarized light and y polarized light. In a similar manner, y prime polarized light can be represented as another linear combination of x polarized light and y polarized light. അത് വെച്ചിട്ട് നമ്മൾ ആ അനാലജി വെച്ചിട്ട് എക്സ് പ്രൈം പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇക്വേഷൻ എഴുതും. ആ അനാലജി വെച്ചിട്ട് നമ്മൾ എസ് എക്സ് പ്ലസ് സ്റ്റേറ്റും എസ് എക്സ് മൈനസ് സ്റ്റേറ്റും എഴുതും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ എസ് എക്സ് പ്ലസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എസ് ജി സെഡ് ക്യാപ്പിൽ കൂടെ കടത്തി വിടുമ്പോൾ എസ് സെഡ് പ്ലസും എസ് സെഡ് മൈനസും കിട്ടും. ഇവിടെ എക്സ് പ്രൈം പോളറൈസ്ഡ് ലൈറ്റിനെ ഒരു വൈ ഫിൽറ്ററോ അല്ലെങ്കിൽ എക്സ് ഫിൽറ്ററോ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളറൈസ്ഡ് ബീമാണ് കിട്ടുന്നത്. അപ്പോൾ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്താ പറയുക, നമ്മളുടെ പോളറൈസേഷൻ ഓഫ് ലൈറ്റിൽ എഴുതിയ അതേപോലെ തന്നെ നമുക്ക് ഇക്വലൻ്റ് ആയിട്ട് ഇത്തരത്തിലുള്ളൊരു എന്താ പറയുക കൺജക്ചർ പോസിബിൾ ആണോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. എസ് എക്സ് പ്ലസ് ബീമിനെ എസ് സെഡ് പ്ലസിൻ്റെയും എസ് സെഡ് മൈനസിൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതി, എസ് എക്സ് മൈനസിനെ എഗെയിൻ എസ് സെഡ് പ്ലസിൻ്റെയും എസ് സെഡ് മൈനസിൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതി. അതായത് എക്സ് പ്രൈം പോളറൈസ്ഡ് ലൈറ്റിനെ എക്സ് പോളറൈസ്ഡിൻ്റെയും വൈ പോളറൈസിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ എഴുതിയ പോലെയും വൈ പ്രൈം പോളറൈസ്ഡ് ലൈറ്റിനെ എക്സ് പോളറൈസിൻ്റെയും വൈ പോളറൈസിൻ്റെയും വേറൊരു ലീനിയർ കോമ്പിനേഷനായിട്ടും എഴുതിയ പോലെ നമ്മൾ എഴുതി. ഇതാണ് നമ്മുടെ ഒരു ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ ഒരു കൺജക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു അസംഷൻ നമ്മൾ നടത്തി. അതായത് നമ്മൾ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഈ ഓരോ സ്റ്റേറ്റ് കെറ്റുകളെയും ഇതിപ്പോൾ എസ് സെഡ് പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ, സെഡ് ഡയറക്ഷൻ സെഡ് സ്പിന്നിൻ്റെ സെഡ് കമ്പോണൻ്റ് വിത്ത് സ്പിൻ അപ്പ് സ്റ്റേറ്റ്, അതാണ് എസ് സെഡ് പ്ലസ്. എസ് സെഡ് മൈനസോ സ്പിന്നിൻ്റെ സെഡ് കമ്പോണൻറ്റ് വിത്ത് സ്പിൻ ഡൗൺ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ അതിനെ രണ്ടിനെയും ബേസിസ് വെക്റ്റേഴ്സ് ആയിട്ട് എടുത്തു. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു സ്പിൻ സ്റ്റേറ്റിൻ്റെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു 2 ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ആ 2 ഡയമെൻഷണൽ വെക്റ്റേഴ്സിൻ്റെ ബേസിസ് വെക്റ്റേഴ്സ് ഏതൊക്കെയാണ്? എസ് സെഡ് പ്ലസും എസ് സെഡ് മൈനസും. ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നമ്മൾ അങ്ങനെയാണ് എടുത്തേണ്ടത്. 2 ബേസ് സ്റ്റേറ്റ്സുകളാണ് എടുത്തേണ്ടത്. ദാറ്റ് മീൻസ് വി ക്യാൻ റെപ്രസെൻറ്റ് എനി സ്റ്റേറ്റ് ഇൻ ദ വെക്ടർ സ്പേസ് ആസ് ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് 2 ബേസ് കെറ്റ്സ് എസ് സെഡ് പ്ലസ് ആൻഡ് എസ് സെഡ് മൈനസ്. നിങ്ങൾ സാധാരണ 3 ഡയമെൻഷണൽ യൂക്ലീഡിയൻ സ്പേസിൽ കൺസിഡർ ചെയ്യുന്ന ഒരു ആരോം അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ആയിട്ടുള്ള വെക്ടർ അല്ല അത്. ഇതൊരു അബ്സ്ട്രാക്റ്റ് വെക്ടർ സ്പേസ് ആണ്. സാധാരണ വെക്ടർ സ്പേസ് എന്ന് പറയുമ്പോൾ
നമ്മൾ സാധാരണ 3 ഡയമെൻഷണൽ വെക്ടർ സ്പേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുക XYZ ഡയറക്ഷനെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അത് ഒരു an arrow which represents the magnitude and that the tip of the arrow represents length of the arrow represents the magnitude and the tip of the arrow represents the direction. ആ രൂപത്തിലാണ്. അതിൽ നിന്നും കുറച്ചും കൂടി വിഭിന്നമായിട്ട് ഒരു സ്റ്റേറ്റ്, ഒരു സിസ്റ്റത്തിൻ്റെ അവസ്ഥയെ തന്നെ, ഇപ്പോൾ സ്പിൻ സ്റ്റേറ്റിനെ തന്നെ ഓരോ വെക്ടേഴ്സ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാണ്. അപ്പോൾ അതൊരു അബ്സ്ട്രാക്ട് വെക്ടർ സ്പേസ് ആണ്. ഇവിടെ നമ്മൾ സ്പിൻ സ്റ്റേറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു 2 ഡയമെൻഷണൽ അബ്സ്ട്രാക്ട് സ്പേസ് ആണ്. എന്ന് പറഞ്ഞാൽ ചില പ്രോബ്ലത്തിൽ ചിലപ്പോൾ ഇൻഫൈനൈറ്റ് ഡയമെൻഷണൽ അബ്സ്ട്രാക്ട് സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അത്രയും ബേസ്കറ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ബേസിക് എന്താ പറയുക കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ തുടർന്നുള്ള ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഈ പ്രോബ്ലത്തിൽ ഒരു 2 ഡയമെൻഷണൽ അബ്സ്ട്രാക്ട് സ്പേസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ ബേസ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്, അതായത് ഫണ്ടമെൻ്റൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് ket SZ പ്ലസും ket SZ മൈനസും ആണ്. ഇറ്റ് മേ ബി ഇൻഫൈനൈറ്റ് ഡയമെൻഷണൽ ഇൻ സം പ്രോബ്ലം, ഇറ്റ് മേ ബി ഫൈനൈറ്റ് ഡയമെൻഷണൽ ഇൻ സം അതർ പ്രോബ്ലംസ്, ക്വാണ്ടം മെക്കാനിക്കൽ പ്രോബ്ലം. ആ ക്വാണ്ടം മെക്കാനിക്കൽ പ്രോബ്ലത്തിനനുസരിച്ച് ആ ഡയമെൻഷൻ വ്യത്യാസം വരും. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു സ്റ്റേറ്റ് കെറ്റിനെ 2 ബേസ് കെറ്റുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതിയേക്കുന്നു. മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ket SX പ്ലസും ket SX മൈനസും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, SZ പ്ലസും SZ മൈനസ് എന്താ? SZ എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ അല്ലെങ്കിൽ SZ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഐഗൺ സ്റ്റേറ്റുകളാണ് ket SZ പ്ലസ് ആൻഡ് ket SZ minus. These are the eigenstates of SZ. ഈ ket SX പ്ലസ് SX മൈനസ് എന്ന് പറയുന്നത് ഐഗൺ സ്റ്റേറ്റ്സ് ഓഫ് SX ആണ്, SZ-ൻ്റെ അല്ല. SZ-ൻ്റെ അതൊരു ജനറൽ സ്റ്റേറ്റ് ആണ്. SZ മെഷർമെൻറ്റിന് ഇത് ഓരോ ജനറൽ സ്റ്റേറ്റുകളാണ്. ഈ SZ പ്ലസും SZ മൈനസും ആണ് SZ-ൻ്റെ ഐഗൺ സ്റ്റേറ്റ്. SX-ൻ്റെ ഐഗൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ket SX പ്ലസ് ഓർ മൈനസ് ആണ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിച്ചു. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ പറഞ്ഞ ആ ജനറൽ സ്റ്റേറ്റ്, ഐഗൺ സ്റ്റേറ്റ്, ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ നമ്മളുടെ ചോദ്യം അടുത്തത്, നിങ്ങൾ SX റെപ്രസെൻറ്റ് ചെയ്തു, ഇനി SY എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ സ്പിന്നിൻ്റെ Y കമ്പോണൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ സ്റ്റേറ്റുകളെ ഈ ബേസ് സ്റ്റേറ്റുകൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് ഒരു ഇതേപോലൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാണ്. നമ്മളിവിടെ കൺസിഡർ ചെയ്തത് എന്താ? SGX ആണ്. അതൊന്ന് മാറ്റിയിട്ട് നമ്മളൊരു ഓവൻ എടുക്കുന്നു. ket സൈൻ ജനറൽ സ്റ്റേറ്റിലുള്ള സ്റ്റേറ്റ്സ് സിൽവർ ബീമാണ് വരുന്നത്. അതിനെ SGZ കൂടെ കടത്തി വിട്ടു. ദെൻ വി ഗോട്ട് 2 സ്റ്റേറ്റ്സ് ket SZ പ്ലസ് ആൻഡ് ket SZ മൈനസ്. ket SZ മൈനസ് ഈസ് ബ്ലോക്ക്ഡ്. ഇത് കടത്തി വിട്ടു. വീണ്ടും നമ്മൾ കടത്തി വിട്ടത് SGY ക്യാപ്പി കൂടെ. SGY ക്യാപ്പി കൂടെ കടത്തി വിട്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ket SY പ്ലസ് ആൻഡ് ket SY മൈനസ്. Y ഡയറക്ഷനിലുള്ള സ്പിൻ കമ്പോണൻറ്റ്, അപ്പ് സ്പിന്നും ഡൗൺ സ്പിന്നും ഇത് ബ്ലോക്ക് ചെയ്തു. SGY മൈനസ് SY മൈനസ് ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് നമ്മളത് എന്തിൽ കൂടെ കടത്തി വിട്ടു? SGZ കൂടെ കടത്തി വിട്ടു. SGZ കൂടെ കടത്തിയപ്പോൾ വീണ്ടും ket SZ പ്ലസ് ആൻഡ് ket SZ മൈനസ്. അപ്പോൾ ഇവിടെ വീണ്ടും നോക്കൂ, ket SY പ്ലസ് ആയാലും SY മൈനസ് ആയാലും ket SZ പ്ലസിൻ്റെയും SZ മൈനസിൻ്റെയും ലീനിയർ കോമ്പിനേഷൻസ് ആണ്. പക്ഷെ നമ്മൾ മുമ്പ് എഴുതിയ അതേ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഓൾറെഡി ഒരു പർട്ടിക്കുലർ ലീനിയർ കോമ്പിനേഷൻ ഉപയോഗിച്ചു. അപ്പോൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ലീനിയർ കോമ്പിനേഷൻ എഴുതണം. അപ്പോൾ നമ്മൾ ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ലീനിയർ കോമ്പിനേഷൻ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ എക്സ് പ്രൈം പോളറൈസറിനെ ket SX പ്ലസ് എന്നും Y പ്രൈം പോളറൈസറിനെ ket SX മൈനസ് എന്നും എക്സ് പോളറൈസറിനെ ket SX പ്ലസ് SZ പ്ലസ് എന്നും Y പോളറൈസറിനെ ket SZ മൈനസ് എന്നും ആണ് റെപ്രസെൻറ്റ് ചെയ്തത്. ഇതൊക്കെ ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് ആണ്. ലീനിയർലി പോളറൈസ്ഡ് ആണ്. ഒന്ന് ലീനിയർലി പോളറൈസ്ഡ് അലോങ് എക്സ് ഡയറക്ഷൻ, വൺ ഈസ് ലീനിയർലി പോളറൈസ്ഡ് അലോങ് ദ 45 ഡിഗ്രി ഡയഗണലി പോളറൈസ്ഡ് ലൈറ്റ്. അതായത് എക്സ് പ്രൈം പോളറൈസ്ഡ്, വൈ പ്രൈം പോളറൈസ്ഡ് ഒക്കെ. അപ്പോൾ ലീനിയർ പോളറൈസ്ഡ് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റെപ്രസെൻറ്റേഷൻ നടത്തിയത്.
പക്ഷെ ഇവിടെ കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ രൂപത്തിൽ എഴുതാൻ പറ്റും. കെറ്റ് SY plus can be represented as some linear combination of ket SZ plus another ket SZ minus. ഈ ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് ആ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയണം. അപ്പോൾ അതായത് എക്സിൻ്റെയും എക്സ്പോളറൈസ്ഡ് ലൈറ്റിൻ്റെയും ഇപ്പോൾ നമ്മൾ അതിൻ്റെ അനാലജി പോളറൈസേഷൻ ഓഫ് ലൈറ്റിൽ നടത്തുകയാണെങ്കിൽ ഈ SY പ്ലസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബീം എന്താണോ ആ ബീം എന്ന് പറയുന്നത് ഒരു രണ്ട് ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ലീനിയർ കോമ്പിനേഷൻ തന്നെയാണ്, എക്സ് പോളറൈസിൻ്റെയും വൈ പോളറൈസിൻ്റെയും. പക്ഷേ എക്സ് പ്രൈം നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ റിസൾട്ട് എന്തായിരിക്കും? ഈ SY പ്ലസിനെ എങ്ങനെ ഏതൊരു അനാലജി വെച്ചിട്ട് നമുക്ക്, അതായത് പോളറൈസേഷൻ ഓഫ് ലൈറ്റിലെ ഏത് അനാലജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. കാരണം ഈ ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ആ അനാലജി നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു. ഏതിനു വേണ്ടി? കെറ്റ് SX പ്ലസിനും കെറ്റ് SX മൈനസിനും വേണ്ടി. അപ്പോൾ അതല്ലാത്തൊരു ലീനിയർ കോമ്പിനേഷൻ നിങ്ങൾ അസ്യൂം ചെയ്യണം. അപ്പോൾ ആ അസംഷന് വേണ്ടി ഞാൻ റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് എടുക്കാൻ പോവാണ്. ഓക്കെ, റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്. right circularly polarized light. It's not എന്താ പറയുക linearly polarized. It is right circularly polarized light. അവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഒന്ന് നമ്മൾ ഇലക്ട്രോഡൈനാമിക്സിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അതിൽ റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റിനെ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ നോർമലി ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡ് ഇൻ റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് X polarized and Y polarized light and Y polarized light with Y polarized light is 90 degree out of phase with X polarized light. അപ്പോൾ ഒരു സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ് പോളറൈസിൻ്റെയും വൈ പോളറൈസിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ തന്നെയാണ്. പക്ഷേ വൈ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത് എക്സ് പോളറൈസ്ഡ് ലൈറ്റിനേക്കാളും 90 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിലായിരിക്കും. ഫേസ് സെയിം ആയിരിക്കില്ല, സെയിം ഫേസ് ആയിരിക്കില്ല, 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളതാണ് അസംഷൻ. അപ്പോൾ നമുക്ക് ആ രൂപത്തിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വെക്റ്റർ E0 is equal to വെക്റ്റർ E is equal to സം ആംപ്ലിറ്റ്യൂഡ് E0 into 1/√2 ഡയറക്ഷൻ എക്സ് ക്യാപ് എക്സ് പോളറൈസ്ഡ് ലൈറ്റിൻ്റെ ഇൻറ്റു കോസ് KZ മൈനസ് ഒമേഗ ടി. നമ്മൾ സെഡ് ഡയറക്ഷനിലുള്ള സെഡ് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് കൺസിഡർ ചെയ്യുന്നത്. എക്സ് പോളറൈസ്ഡ് ലൈറ്റ് ആണിത്. പ്ലസ് 1/√2 y ക്യാപ് കോസ് KZ മൈനസ് ഒമേഗ ടി പ്ലസ് π/2. അതായത് നമ്മൾ പറഞ്ഞു 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള രണ്ട് ലീനിയർലി പോളറൈസ് എക്സ് ഡയറക്ഷനിലുള്ള ഒരു ലീനിയർലി പോളറൈസ് ലൈറ്റും വൈ ഡയറക്ഷനിലുള്ള ഒരു ലീനിയർ പോളറൈസ് ലൈറ്റിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും. ക്ലിയർ? ഓക്കെ, ഇത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ കുറച്ചും കൂടിയും നമുക്ക് കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാവുന്ന രൂപം എന്ന് പറയുന്നത് അതിൻ്റെ കോംപ്ലക്സ് നൊട്ടേഷനിലാണ്. അപ്പോൾ ഇവിടെ കോസ് നമുക്കറിയാം e⁻i⁻θ എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്. അപ്പോൾ ഒരു ഓസിലേറ്ററി ഫംഗ്ഷനെ നമുക്ക് കോംപ്ലക്സ് രൂപത്തിലും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ റിയൽ പാർട്ട് മാത്രമാണ് ഞാൻ ഇവിടെ എഴുതിയിരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടിയും ജനറലൈസ് ചെയ്തിട്ട്
നമുക്ക് ഇങ്ങനെ എഴുതാം. ജനറലി we can write the electric field as real part of a complex vector function, complex electric field as E by E0. അപ്പോൾ ഈ എപ്സിലോൺ എന്ന് പറയുന്നതാണ് ശരിക്ക് നമ്മളിവിടെ എഴുതേണ്ടത്. ഞാൻ അതിൻ്റെ റിയൽ പാർട്ട് മാത്രമാണ്, അപ്പോൾ E by E0 മാത്രമാണ് ഞാൻ ഇവിടെ എഴുതിയത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ റിയൽ പാർട്ട് ഓഫ് എപ്സിലോൺ. സോ കുറച്ചും കൂടി ജനറലൈസ് ചെയ്ത് എഴുതുമ്പോൾ എപ്സിലോൺ എഴുതണമായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ എപ്സിലോൺ എങ്ങനെ എഴുതാൻ പറ്റും? എപ്സിലോൺ എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ എഴുതാൻ പറ്റും. കോസിന് പകരം e raised to I theta ഫോമിൽ എഴുതണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എപ്സിലോൺ ഇസ് ഈക്വൽ ടു 1/√2 x cap e raised to I kz minus omega t plus 1/√2 y cap e raised to I kz minus omega t plus pi by 2. Clear? Clear? അപ്പോൾ അങ്ങനെയാണെങ്കിൽ e raised to I pi by 2 എന്ത് വരും? e raised to I pi by 2 എന്ന് പറയുന്നത് cos pi by 2 plus I sin pi by 2. sin pi by 2 എത്രയാണ്? 1. cos pi by 2 എത്രയാണ്? 0. so e raised to I pi by 2 is actually I. അപ്പോൾ നമുക്ക് ഇവിടെ e raised to I pi by 2 നെ പുറത്തേക്ക് എടുത്താൽ I എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ആ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എപ്സിലോൺ ഒരു റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റിനെ എന്ന് പറയുന്നത് epsilon is equal to 1/√2 x cap e raised to I kz minus omega t plus I/√2 y cap e raised to I kz minus omega t. Clear? ഇതാണ് നമ്മളുടെ റെപ്രസെൻറ്റേഷൻ. റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ കോംപ്ലക്സ് പ്ലെയിനിലാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തത്. ഒരു റിയൽ പാർട്ട് കൊണ്ട് കോംപ്ലക്സ് ഫോമിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. ഓക്കെ, ഇൻ എ സിമിലർ മാനർ എ ലെഫ്റ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് can be represented as 1/√2 x cap e raised to I kz minus omega t minus I/√2 y cap e raised to I kz minus omega t. അപ്പോൾ ലെഫ്റ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റും റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റും എക്സ് പോളറൈസിൻ്റെയും വൈ പോളറൈസ്ഡ് ലൈറ്റിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതി. പക്ഷേ ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ എ കോംപ്ലക്സ് വെക്റ്റർ സ്പേസ്. കോംപ്ലക്സ് ഫോമിലാണ്, സാധാരണ വെക്റ്റർ സ്പേസ് അല്ല, കോംപ്ലക്സ് വെക്റ്റർ സ്പേസിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെയും ഈ കോംപ്ലക്സ് ഫോമിലാണ് റെപ്രസെൻറ്റ് ചെയ്തത്. ഇതിനെ വെച്ചിട്ട് നമുക്കൊരു അനാലജി എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം എക്സ് പോളറൈസ്ഡ് ലൈറ്റിന് പകരം നമ്മൾ എന്താ ഉപയോഗിച്ചിരുന്നത്? കെറ്റ് എസ് സെറ്റ് പ്ലസ് ആണ്. വൈ പോളറൈസ്ഡ് ലൈറ്റിന് പകരം കെറ്റ് എസ് സെറ്റ് മൈനസ് ആണ്. അപ്പോൾ ഈ റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എസ് വൈ പ്ലസ് ആറ്റംസ് എന്ന് പറയുന്നത് കെറ്റ് എസ് വൈ പ്ലസ് കറസ്പോണ്ട്സ് ടു റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ്. അപ്പോൾ എസ് വൈ ആറ്റംസിന് പകരം എസ് വൈ പ്ലസ് ആറ്റംസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിന് അനാലജി എന്ന് പറയുന്നത് റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ആണ്. എസ് വൈ മൈനസ് ആറ്റംസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനാലജി എന്ന് പറയുന്നത് ലെഫ്റ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ആണ്. അപ്പോൾ നമുക്കൊരു
കൺജക്ചർ ഇമാജിൻ ചെയ്യാം. കഴിഞ്ഞ പോലെ തന്നെ കെറ്റ് എസ് വൈ പ്ലസ് ഈസ് ഈക്വൽ ടു 1/√2 ket sh plus I/√2 ket sh minus, and ket sy minus can be represented as 1/√2 ket sh plus minus I/√2 ket sh minus. അപ്പോൾ നമ്മൾ എസ് സെഡ് പ്ലസും എസ് സെഡ് മൈനസിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് കെറ്റ് എസ് വൈ പ്ലസും കെറ്റ് എസ് വൈ മൈനസും കിട്ടി. അപ്പോൾ കെറ്റ് എസ് വൈ പ്ലസ് എന്ന് പറയുന്നത് റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റിനും മറ്റത് ലെഫ്റ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റിനും അനാലജിയാണ്. ഇത് ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് ഇൻ എക്സ് ഡയറക്ഷൻ ആൻഡ് വൈ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തത് എന്താ, നമ്മൾ സ്റ്റേറ്റ് കെറ്റുകൾ, സ്പിന്നിൻ്റെ സ്റ്റേറ്റ് കെറ്റുകൾ 4 റെപ്രസെൻറ്റ് ചെയ്തു. എക്സിൻ്റെയും വൈയുടെയും എസ് എക്സ് പ്ലസ് എന്ന് പറയുന്നത് 1/√2 കെറ്റ് എസ് സെഡ് പ്ലസ് 1/√2 കെറ്റ് എസ് സെഡ് മൈനസ്, ആൻഡ് കെറ്റ് എസ് എക്സ് മൈനസ് ഈസ് ഈക്വൽ ടു -1/√2 കെറ്റ് എസ് സെഡ് പ്ലസ് 1/√2 കെറ്റ് എസ് സെഡ് മൈനസ്. അപ്പോൾ എസ് സെഡ് പ്ലസും എസ് സെഡ് മൈനസും ബേസ് കെറ്റുകളായിട്ടുള്ള ഒരു കോംപ്ലക്സ് വെക്ടർ സ്പേസിലാണ്. കോംപ്ലക്സ് വെക്ടർ സ്പേസ് ആണ്, സാധാരണ വെക്ടർ സ്പേസ് അല്ല. കാരണം എന്താ, കോംപ്ലക്സ് ക്വാണ്ടിറ്റീസ് ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. സോ നമ്മളിവിടെ ക്വാണ്ടം മെക്കാനിക്സിൽ ഡിസ്കസ് ചെയ്യുന്ന അബ്സ്ട്രാക്ട് വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി എ കോംപ്ലക്സ് വെക്ടർ സ്പേസ്. ഇവിടെ ഇറ്റ് ഈസ് എ 2 ഡയമെൻഷണൽ കോംപ്ലക്സ് വെക്ടർ സ്പേസിലാണ് നമ്മൾ ഈ ഒരു മൊത്തം ഡിസ്കഷൻ നടത്തിയത്. അതിൻ്റെ ബേസ് കെറ്റുകൾ എന്ന് പറയുന്നത് with base kets ket sh plus or minus. അപ്പോൾ ബേസിസ് എന്ന് പറയുന്നത് ആ ബേസിസിലാണ് നമ്മൾ ഇപ്പോൾ 2 ഡയമെൻഷണൽ വെക്ടർ സ്പേസ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോബ്ലം ഇത് ചിലപ്പോൾ ഇൻഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൻ്റെ അവസ്ഥ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റേറ്റ് വെക്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു അബ്സ്ട്രാക്ട് വെക്ടർ സ്പേസിലാണ് നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ആ അബ്സ്ട്രാക്ട് വെക്ടർ സ്പേസിൽ ആ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് വെക്ടർ സ്പേസ് വരെ ആകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: 2 ഡയമെൻഷണൽ വെക്ടർ സ്പേസ് നീഡഡ് ടു ഡിസ്ക്രൈബ് ദ സ്പിൻ സ്റ്റേറ്റ്സ് ഓഫ് സിൽവർ ആറ്റം മസ്റ്റ് ബി കോംപ്ലക്സ് വെക്ടർ സ്പേസ്, കോംപ്ലക്സ് നമ്പർ വെക്ടർ സ്പേസ്. ഓക്കെ, an arbitrary vector can be represented as the linear combination of base vectors within general complex coefficient. അപ്പോൾ ഒരു ആർബിട്രറി വെക്ടർ നമ്മൾ കെറ്റ് സൈ എൻ എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, സ്പിൻ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ആർബിട്രറി വെക്ടർ ആണെങ്കിൽ, നമ്മൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് കെറ്റ് എസ് സെഡ് പ്ലസിൻ്റെയും കെറ്റ് എസ് സെഡ് മൈനസിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എഴുതാം. അതിൽ ആ കോയഫിഷ്യൻസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് കോയഫിഷ്യൻസ് ആവാം, കോംപ്ലക്സ് കോയഫിഷ്യൻസ് വരെ ആവാം. അപ്പോൾ ആ കോംപ്ലക്സ് കോയഫിഷ്യൻറ്റുകളിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഈ ഒരു വെക്ടർ സ്പേസിൻ്റെ അനാലിസിസ് ഡീറ്റെയിൽ ആയിട്ട് നടക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ നമ്മളൊരു മാത്തമാറ്റിക്സ്, അതായത് ക്വാണ്ടം മെക്കാനിക്സിന് വേണ്ടി നമ്മളൊരു ലീനിയർ ഓൾജിബ്ര ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. ആ ലീനിയർ ഓൾജിബ്രയിൽ നമുക്ക് മനസ്സിലായത് സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ സ്റ്റേറ്റ് കെറ്റ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു അബ്സ്ട്രാക്ട് വെക്ടർ സ്പേസിലാണ് നമ്മളൊരു ഫിസിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അവിടെ ആ ഫിസിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു ബേസ് കെറ്റുകൾ ഉണ്ടാവും. ആ ബേസ് കെറ്റുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് നിങ്ങൾക്ക് ഏത് ജനറൽ സ്റ്റേറ്റിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും വിത്ത് കോംപ്ലക്സ് കോയഫിഷ്യൻ, വിച്ച് ക്യാൻ ബി ദ കോയഫിഷ്യൻസ് ക്യാൻ ബി കോംപ്ലക്സ് സംടൈംസ്. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് കോയഫിഷ്യൻസും വരാം. ക്ലിയർ? അപ്പോൾ ആ കോംപ്ലക്സ് കോയഫിഷ്യൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, അങ്ങനെ ഒരു പുതിയൊരു മാത്തമാറ്റിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതാണ് നമ്മൾ ലീനിയർ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക്, ബ്രാക്കറ്റ്സ്, ബ്രാ സ്പേസ്, കെറ്റ് സ്പേസ്, അങ്ങനെയുള്ള പുതിയ കോൺസെപ്റ്റുകളിലേക്കൊക്കെ നമ്മൾ അടുത്ത ലെക്ചറിൽ മുന്നോട്ട് പോവുകയാണ്. ഇതിനനുബന്ധമായിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് നമ്മളുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള
എന്താ പറയുക സ്റ്റേൺ ഗെർലാക് അപ്പാരറ്റസിൻ്റെ ഒരു അനുബന്ധമായിട്ട് സീക്വൻഷ്യൽ സ്റ്റേൺ ഗെർലാക് അപ്പാരറ്റസിൻ്റെ ഒരു അനുബന്ധമായിട്ട് ഒരു സീസിയം ആറ്റത്തിൻ്റെ ഐസോസ്പിൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ഇവിടെ നടത്തിയിട്ടുണ്ട്. ആ എക്സ്പെരിമെൻ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അനലൈസ് ചെയ്യേണ്ടതാണ്. സ്പിൻ പ്രൊജക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് സ്പിൻ ക്വാണ്ടം നമ്പറും എങ്ങനെയുള്ള ക്വാണ്ടൈസേഷൻ ഓഫ് സ്പിൻ ആംഗുലർ മൊമെൻറ്റം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഒരു ന്യൂക്ലിയർ സ്പിന്നിൻ്റെ ഒക്കെ എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് അനലൈസ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. സോ യു ക്യാൻ ഗോ യു ക്യാൻ refer this textbook and you can understand more about this experiment. Okay, thank you.